നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രവാസി ഭാരതി റേഡിയോയും വിഷ്വൽ റേഡിയോയും നിരവധി പ്രതിഭാധനരായ എഴുത്തുകാരെയും അധ്യാപകരെയും അതോടൊപ്പം തന്നെ മറ്റു റിസോഴ്സ് പേഴ്സൺസിനെയൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്ന പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ഇന്ന് അബുദാബി മോഡൽ സ്കൂളിലെ പ്രഥമ അധ്യാപിക, അല്ലെ നമ്മൾ ഹെഡ് മിസ്ട്രസ് എന്ന് പറയും, ഡോക്ടർ ഹസീന ബീഗം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അതിഥിയായി എത്തിയിരിക്കുകയാണ്. ഹസീന ബീഗം പ്രവാസി ഭാരതി റേഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ല, പക്ഷേ പ്രവാസി ഭാരതി വിഷ്വൽ റേഡിയോയിൽ ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഏതായാലും എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി മാഡത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം നമസ്കാരം. ഞാനിതിൻ്റെ ആമുഖ്യത്തിൽ പറഞ്ഞ പോലെ മാഡം നമ്മുടെ റേഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യമല്ല, പക്ഷേ നമ്മുടെ വിഷ്വൽ ഫോർമാറ്റിലേക്ക് മാറിയതിന് ശേഷം മാഡം ആദ്യമായിട്ടാണ് വരുന്നത്. അതുമാത്രമല്ല, ഞങ്ങളുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നാണ് ഇപ്പം മാഡം സംസാരിക്കുന്നത്. അബുദാബിയിലാണ് താമസം. അബുദാബിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ളത്, തിരുവനന്തപുരത്തുകാർക്കല്ല. എങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ലളിതാംബിക അന്തർജനം അവാർഡ് ഏറ്റുവാങ്ങാൻ വന്ന വേളയിലാണ് പ്രവാസി ഭാരതിയുടെ തിരുവനന്തപുരം സ്റ്റുഡിയോ സന്ദർശിക്കാമെന്ന് മാഡം സമ്മതിച്ചത്. അങ്ങനെയാണ് ഈ ഒരു അഭിമുഖത്തിന് കാരണമായത്. അപ്പോൾ മാഡം, ഈ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മാഡവുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിലൂടെ. അന്ന് നമ്മൾ അഭിമുഖങ്ങൾ പലതും പ്രക്ഷേപണം ചെയ്തു. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് മാഡത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പലതും അബുദാബിക്കാർക്ക് പരിചിതമാണ്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഇതൊരു നിശ്ചിത ഏരിയയിൽ മാത്രം ഇത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അബുദാബിയിൽ പ്രക്ഷേപണം ആരംഭിച്ച നമ്മുടെ 810 അല്ലെങ്കിൽ 1539 AM നമ്മളൊരു അഭിമുഖം പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് ഉച്ചയ്ക്ക് 2:10 മുതൽ 3 മണി വരെ എന്ന് പറഞ്ഞാൽ ആ 2:10 മുതൽ 3 മണി വരെ കേൾക്കുന്നവർക്ക് കേൾക്കാൻ പറ്റും. 3:01 പിന്നെ കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇതവിടെ തന്നെ കിടക്കും. ഇന്ന് കാണാൻ പറ്റാത്തവർക്ക് നാളെ കാണാം, നാളെ കാണാൻ പറ്റാത്തവർക്ക് ഒരു മാസം കഴിഞ്ഞ് കാണാം, അതിലൊരു വർഷം കഴിഞ്ഞാലും കാണാം. അപ്പോൾ അതുകൊണ്ട് ഇതിന് കുറച്ചുകൂടി വേറൊരു തലത്തിലേക്കായിരിക്കും ഇത് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുക. നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് കൂടി ഒന്നുകൂടി ആവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒന്നാം. മാഡം എഴുത്തിൻ്റെ ഒരു മേഖലയിൽ മാഡം വന്നിട്ട് ഒരുപാട് നാളുകളായി നമുക്ക് പറയാൻ കഴിയുന്നില്ല സജീവമായിട്ട്. പക്ഷേ എങ്കിലും ആ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്ന നിരവധി കൃതികളുടെ കർത്താവ് എന്നുള്ള നിലയ്ക്ക് മാഡത്തിന് അതിൽ പ്രചോദനമായ കാര്യങ്ങൾ എന്താണ് ഞാൻ അന്ന് ചോദിച്ചിരുന്നു. എന്നിരുന്നാലും ഒരു എഴുത്തുകാരൻ, ഒരു എഴുത്തുകാരി, ഒരു കവിതാരചന, കഥാരചന, നോവൽ രചന, പ്രബന്ധം എഴുതുന്നവരൊക്കെ തന്നെ അവർക്ക് വേണ്ടുന്ന സബ്ജക്റ്റുകൾ, തീമുകൾ കണ്ടെത്തുന്നത് സമൂഹത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു ശരിയല്ലേ? അല്ലാതെ നമുക്കൊരു സ്വപ്നത്തിൽ പെട്ടെന്ന് വരിക, നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സംഗതികളിൽ നിന്ന് പുതിയൊരു ആശയം എനിക്ക് എഴുതണമെന്നുള്ള ഒരു അഭിവാഞ്ചം ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണ് പലരും ചെയ്യുന്നത്. മാഡം അങ്ങനെ തന്നെ അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഉണ്ടായ ഒരു പ്രളയം, ആ കാലഘട്ടത്തിലുണ്ടായ ചില സംഭവവികാസങ്ങൾ മാഡത്തിൻ്റെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് തളച്ചിടാൻ കാരണമായി. അതൊന്ന് പറയാമോ മാഡം? അതെ, 2018 കേരളത്തിലെ ആ പ്രളയം ഉണ്ടായത്. ആ സമയത്ത് നമ്മൾ അന്ന് ഈ പറഞ്ഞ മാതിരി സമ്മർ വെക്കേഷൻ ദുബായ്, അബുദാബി, UAE ശരിക്കും ജൂലൈ ഓഗസ്റ്റ് സമയത്താണ്. ആ സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആകെ പ്രളയവും ഒരുപാട് വ്യക്തികൾ, ഒരുപാട് നമ്മുടെ കുടുംബക്കാർ, അയൽവാസികളൊക്കെ മരണത്തിന് കീഴടങ്ങുകയുണ്ടായി. നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരു കുടുംബത്തിൽ തന്നെ 2-3 ആളുകൾ മരിക്കുക, പിന്നെ പ്രളയത്തിൽ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടവർ. ഇതൊക്കെ നമ്മൾ നേർക്കാഴ്ചകൾ, നമ്മൾ പലപ്പോഴും ഇതൊക്കെ പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതൊരു നേർക്കാഴ്ച ആയപ്പോൾ അത് തന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. വളരെ വേദനയോടുകൂടിയാണ് തിരിച്ചു പോയതും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഒരു കവിത എഴുതിക്കൂടാ? സത്യത്തിൽ എനിക്കതിന് പ്രചോദനം കിട്ടിയത് ഞാൻ എഴുതി കഴിഞ്ഞു. ഞാൻ ചുമ്മാ എൻ്റെ സാധാ എഴുത്ത് പോലെ എഴുതിയെന്നുള്ളൂ. പക്ഷേ അത് ഹസ്ബൻഡ് ഒന്ന് പാടാൻ ശ്രമിച്ച്, നമ്മുടെ വരികൾക്ക്, നമ്മുടെ അക്ഷരങ്ങൾക്ക് ഒരു ജീവൻ കിട്ടുമ്പോൾ അതിനൊരു വേറെ ഒരു തലത്തിലേക്ക് അത് മാറും, അല്ലേ? അപ്പം അങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് നല്ല ലിറിക്സ് ആണ്, ഞാൻ ഒന്ന് പാടി നോക്കാന്ന് പറഞ്ഞു. പാടി ആ അക്ഷരങ്ങൾ ജീവനായിട്ട് കേട്ടപ്പോൾ എനിക്കും അതൊരു പ്രചോദനമായി. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു കവിത ആയിട്ട് ശരിക്കും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ അച്ചടി മഷി പുരണ്ടത് ഈ മരണ എന്ന കവിതയാണ്. അതിലൂടെ പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്ന് എഴുതാൻ തുടങ്ങി, മകനെ കൊണ്ടും പാടിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി ഈ കവിതകളിൽ ഒതുങ്ങി നിന്നാൽ, കവിതകൾ വായിക്കുന്നവർ, വായനക്കാർ കുറച്ച് കുറവാണ്. ശരിക്കും അക്ഷരങ്ങളെ പ്രേമിക്കുന്നവർക്ക് മാത്രമേ കവിതകളിലേക്ക് അതിൻ്റെ ആ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു ലേഖനങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അപ്പോഴത്തെ ആ പ്രധാന വിഷയങ്ങൾ എടുത്തിട്ട് അതിലെന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയത്.
ലേഖനങ്ങളിൽ ആദ്യം എഴുതിയത് പ്രവാസിയുടെ ദുഃഖങ്ങൾ തന്നെയാണ്. എന്താണ് ഒരു പ്രവാസി? ആ സമയത്തൊന്നല്ല, ഇപ്പോഴും അറിയാലോ, എയർ ടിക്കറ്റ്. എയർ ടിക്കറ്റ് ആ ഒരു വെക്കേഷൻ സമയം, ആ പ്രത്യേക സമയങ്ങളിൽ എയർ ടിക്കറ്റിന്റെ ആ റേഞ്ച് കൂടുമ്പോൾ സാധാരണക്കാരെ വല്ലാതെ അത് വിലട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഞങ്ങളെ പോലെയുള്ള അധ്യാപകര്, അവരൊക്കെ നമ്മളൊക്കെ ആ ഒരു സമയത്തിന് കാത്തിരിക്കുന്നവരാണ്. അപ്പം അത് നമ്മളെ പോലെയുള്ളവർക്ക്, സാധാരണക്കാരായ രക്ഷകർത്താക്കൾക്കൊക്കെ അത് വലിയൊരു ദുരന്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഞാൻ പ്രവാസിയുടെ ദുഃഖം എന്ന് പറഞ്ഞൊരു ലേഖനം, അത് മാധ്യമത്തിലാണ് ആദ്യം വന്നത്. പിന്നെ അവരിങ്ങനെ ഓരോ പത്രക്കാരിങ്ങനെ ആനുകാലിക വിഷയങ്ങളെ കുറിച്ച് എഴുതാനായിട്ട് സമീപിച്ചു തുടങ്ങി. അങ്ങനെയാണ് ലേഖനങ്ങൾ എഴുതി തുടങ്ങിയത്. ലേഖനത്തിന്റെ ഒരു സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലേഖന സമാഹാരം പിന്നെ ഇതാണോ മണലാരണ്യത്തിലെ മഞ്ഞുപാളികൾ. അതില് ശരിക്കും മണലാരണ്യത്തിലെ മഞ്ഞുപാളികള്, ആ മണലാരണ്യം മരുഭൂമി തന്നെ, നമ്മുടെ മരുഭൂമിനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയതാണ്. അങ്ങനെയാണ് ആ ഒരു പേര് ആ പുസ്തകത്തിന് കൊടുക്കാൻ കാരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാർ, നേരത്തെ തന്നെ എഴുതിയ ഈ കവിതകള്, അങ്ങനെ കുറച്ച് കവിതകള് എഴുതി തുടങ്ങി. അതിങ്ങനെ എല്ലാം കൂടി അപ്പൊ എല്ലാവരും എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി, ഒരു പുസ്തകത്തിന്റെ രൂപത്തിലാക്കാൻ. അങ്ങനെ ഒരു പുസ്തകത്തിന്റെ രചയിതാവ്, അതെന്റെ ചെറുപ്പത്തിലേയുള്ള ഒരു ആഗ്രഹം കൂടിയായിരുന്നു. ഒരു എഴുത്തുകാരി എന്ന് അറിയപ്പെടണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെയാണ് മുൾവേലിക്കപ്പുറം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഞാൻ ആദ്യം എഴുതിയത്. ആദ്യം പ്രസിദ്ധീകൃതമാകുന്ന കവിതാ സമാഹാരം. അത് നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. അന്ന് ആ കൊല്ലം ആദ്യമായിട്ട് ഷാർജ ഷെയ്ഖ് ഒരു പദ്ധതി ഏർപ്പെടുത്തി. ആ ദിവസം അവിടെ ആ വർഷം പബ്ലിഷ് ചെയ്ത എല്ലാ എഴുത്തുകാർക്കും നേരിട്ടിരുന്ന് ബുക്കിൽ ഒപ്പിട്ട് കൊടുക്കാന്ന്. അങ്ങനെ ആ പുസ്തകം എൻ്റെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയൊരു ബുക്കാണ് ഈ മുൾവേലിക്കപ്പുറം. അത് കൂടുതൽ പ്രചോദനായി. അത് എത്ര കവിതകളുടെ സമാഹാരമാണ്? എത്ര കവിതകൾ ചേർന്ന? 52 കവിതകൾ കൂടി ചേർന്നൊരു കവിതാ സമാഹാരമാണ് മുൾവേലിക്കപ്പുറം. അപ്പൊ അതിന് പേരും ഞാൻ കൊടുത്തത് ഒരു പ്രത്യേകത കൂടിയ പേരാണ്, മുൾവേലിക്കപ്പുറം. മുൾവേലി എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു വിഘ്നമായിട്ട് നിൽക്കാറുണ്ട്. പക്ഷെ അതിനെ മറികടന്ന് അപ്പുറത്തേക്ക് കടക്കണം. എന്നെ പോലെയുള്ളവർക്ക് എഴുത്ത്, ഞാനൊരു അധ്യാപികയാണ്, ഒരു ഹെഡ് മിസ്ട്രസ് ഒക്കെ ആകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടും. പക്ഷെ എഴുത്ത് എന്നുള്ളത് എൻ്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ അങ്ങനെ ഒരു മുൾവേലി ഉണ്ട്, അതിനെ കടന്ന് ഞാൻ അപ്പുറത്തേക്ക് കടന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മുൾവേലിക്ക് അപ്പുറം പേര് തന്നെ. ആ പേരിലൊരു കവിതയുണ്ടോ അതില്? അതെ, കവിതയുണ്ട്. അപ്പൊ ആ കവിതകൾ ഇപ്പൊ 52 കവിതകളുടെ സമാഹാരമാണല്ലോ മുൾവേലിക്കപ്പുറം അല്ലെ? അപ്പൊ നമുക്ക് പ്രസിദ്ധീകൃതമാകുന്ന ആദ്യത്തെ പുസ്തകം മാഡത്തിന്റെ, അതിനകത്തുള്ള ഈ 52 കവിതകളും സാമൂഹ്യ പ്രശ്നങ്ങളാണോ? ഒട്ടുമിക്കതും ആനുകാലിക വിഷയങ്ങളെ കുറിച്ച് തന്നെ എഴുതിയതാണ്. അപ്പൊ കാണുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. ഓക്കെ, അതായത് നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി തന്നെ വീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലയ്ക്കാണ് ഈ കവിതകളെല്ലാം വരുന്നത്, ശരിയല്ലേ? ഓക്കെ. പിന്നെ കൊച്ചുനാൾ മുതൽ തന്നെ വായന ഒരു ശീലമാക്കിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ അഭിമുഖത്തിൽ മാഡം പറഞ്ഞത് ഞാൻ ഓർത്തെടുക്കുകയാണ്, ശരിയാണല്ലേ? അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു സാഹചര്യം, പിന്നെ നമ്മുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു വായനയിലേക്ക് ഒരു താല്പര്യം വരാൻ? അതെ, അക്കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ പുസ്തകങ്ങൾ, ബാലരമ, പൂമ്പാറ്റ, അപ്പൊ അതൊക്കെ സ്കൂളിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയത്ത് അതൊന്ന് വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കുട്ടികളിലും ഒന്നും എത്തുമായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഉപ്പ നാട്ടിൽ വന്നപ്പോ ഉപ്പയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി തരികയാണെങ്കിൽ എന്ന് പറഞ്ഞ്. മാത്രല്ല എനിക്ക് അന്നുള്ളൊരു ഇതായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ വായിച്ചാല് എന്തെങ്കിലും അതിൽ നിന്ന് എഴുതി വെക്കും, കുറിച്ച് വെക്കും. അപ്പൊ അത് ചിലപ്പോ നല്ലതാവാം, ചിലപ്പോ അത്ര നല്ലതൊന്നും ആയിരിക്കൊള്ളുന്നില്ല. പക്ഷെ അതെനിക്ക് ചെയ്താൽ എനിക്കൊരു ആശ്വാസമാണ്, എന്തോ ഞാനൊരു വലിയ കാര്യം ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തോന്നല്, അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയോട് എടുത്തു പറയാൻ പറ്റുന്നൊരു സംഗതിയാണെന്ന് തോന്നുന്നു. പലതും നമ്മൾ വായിച്ചു പോകും, നമ്മൾ വായിച്ച് കളയും, വായിച്ച് കളയാന്ന് പറയും. പക്ഷെ അതല്ല, അതിൽ നിന്ന് നമ്മളെ സ്പർശിച്ച കാര്യങ്ങൾ, നമ്മളെ സ്പർശിച്ച കാര്യങ്ങൾ ഒരു ബാല്യകാല സമയത്ത് അല്ലെങ്കിൽ ഒരു ബാലികയെ
അല്ലെങ്കിൽ ഒരു ബാലനെ ചെറുപ്പകാലത്ത് അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ വായിച്ച് ചില സംഗതികൾ മനസ്സിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ സമാന ചിന്താഗതിയുള്ള നിരവധി പേരുടെ മനസ്സിനും അത് തടഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിനെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു നല്ല ശീലം. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കവിതകളൊന്നും ആസ്വദിക്കാത്തൊരു സമൂഹം നമുക്കിടയിലുണ്ട്. പുതിയ പിള്ളേരൊന്നും കവിത എത്ര ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ കവിതകളെന്ന് പറഞ്ഞ ജീവിത സ്പർശിയാണ് മാഡം, അതിൽ യാതൊരു സംശയമില്ല. കഥകളേക്കാൾ നോവലുകളേക്കാൾ കുറച്ചുകൂടി ജീവിതസ്പർശിയായി വളരെ ചുരുങ്ങിയ വരികളിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ട്. നമ്മളെ സ്പർശിക്കും, അത് നമ്മളെ മനസ്സിനെ അത് വല്ലാതെ സ്പർശിക്കുന്നുണ്ട് പല കവിതകളും. പക്ഷേ എന്തോ പുതിയൊരു തലമുറയ്ക്ക് അതിലൊരു താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക എന്നൊരു ശീലം വലിയ കാര്യമാണ്, മഹത്തായ കാര്യമാണ്. അത് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴും പിന്നെ മറ്റു പല വേളകളിൽ ഞാൻ മാഡം പറഞ്ഞ കാര്യം ഓർത്തെടുത്തിട്ടുണ്ട്. വായിച്ച് കളയുകയായിരുന്നില്ല നമ്മൾ, വായിച്ച് നമ്മൾ കുറിച്ച് വെക്കുക. ആ കുറിപ്പടി, കൊച്ചു കൊച്ചു കുറിപ്പുകൾ, നേരത്തെ മാഡം പറഞ്ഞല്ലോ, ചിലപ്പോൾ നന്നായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കും. പക്ഷെ ആ കുറിപ്പടിയിൽ നിന്നാണ് നമ്മൾ പിന്നീട് ആർജിച്ചെടുത്തത് എഴുത്തിൻ്റെതായ ലോകത്തേക്ക് നമ്മൾ വന്നത്. ശരിയല്ലേ? ഇനി ഗൾഫ് രാജ്യത്ത് എത്തിയത് നമ്മുടെ സർഗവാസനയെ കൂടുതൽ കരുത്തേകാൻ സഹായിച്ചോ? തീർച്ചയായും സഹായിച്ചു. കാരണം നമുക്ക് ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ ഇത്രയും തിരക്ക് പിടിച്ച ജോലിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠത നമ്മളെല്ലാവർക്കും ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, മാഡത്തിന് 24 മണിക്കൂർ തന്നെയല്ലേ ഒരു ദിവസം എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 24 മണിക്കൂർ തന്നെ. പക്ഷെ നമ്മളൊരു കൃത്യനിഷ്ഠയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു സമയം കിട്ടും. അപ്പൊ ഞാൻ 10 തുടങ്ങി 12 രാത്രിയില് ആ സമയം പിന്നെ വേറെ ഒന്നിനും ഇല്ല. അത് മുഴുവൻ വായിക്കാനും എൻ്റെതായ എഴുത്തും എൻ്റെതായ എല്ലാ പ്രൊഫഷൻ്റെ എല്ലാം മാറ്റിവെച്ച് അപ്പം നമ്മളൊക്കെ ആ ഒരു സമയം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് പുതിയ തലമുറയോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ സാറേ? കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ടൈം ടേബിളായിട്ട് കൃത്യനിഷ്ഠയായിട്ട്, പക്ഷേ ചിലപ്പോൾ ചിലപ്പോൾ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് ഡേ എടുത്ത് നോക്കുമ്പോൾ പ്രീവിയസിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മളൊന്ന് തീർത്താൽ അത് കുട്ടികളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് കുട്ടികളിൽ അതുണ്ടോ? ഇപ്പോൾ കുറവാണോ? അത് കുറവാണ്, കുറവ് തന്നെയാണ്. അതെ, കാരണം അവർക്കെല്ലാം കഴിക്കും, മുൻപിലെത്തൽ റെഡിമെയ്ഡ് ഈ സിസ്റ്റം വന്ന് മറ്റേ എന്താണ് ചാറ്റ് GPT ഒക്കെ വന്നപ്പോ അവരതിന്റെ മുമ്പില് ഓൺ ദ സ്പോട്ടിൽ കാര്യങ്ങൾ കിട്ടുമ്പോ നമ്മളിപ്പോലെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പുസ്തകം മറിച്ച് നോക്കും. ഇപ്പൊ നമ്മൾ തന്നെ കുട്ടികളുടെ അടുത്ത് ആ ബുക്ക് വായിച്ചിട്ടുണ്ടോന്ന് അത് ഓൺലൈനിൽ സെർച്ച് ചെയ്യട്ടെ ഉടനെ കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫേ അവർക്ക് ആവശ്യമുള്ളൂ. ആ ഒരു പാരഗ്രാഫ് അല്ല, അതിന് മുൻപും പിൻപും വായിച്ചാലേ അതിന്റെ അന്തസത്ത കിട്ടുള്ളൂ എന്ന് അവരത് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊന്ന് അതെ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഗൾഫ് രാജ്യത്ത് എത്തപ്പെട്ടത് പിന്നെ യാദൃച്ഛികമായിട്ടായിരുന്നില്ല അങ്ങോട്ട് വന്നത്. മാഡം ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നില്ല? അത് എവിടെയായിരുന്നു? കോടതിയിലായിരുന്നു? കേരള ഹൈക്കോർട്ടിൽ അസിസ്റ്റന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് എൻ്റെ പാരൻസ് അവിടെയായിരുന്നു. അപ്പോൾ ഒന്ന് അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് ഗൾഫിലേക്ക് പോയതാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ വിവാഹം കഴിഞ്ഞിരുന്നു? വിവാഹം കഴിഞ്ഞിരുന്നു. ഇവിടെ തന്നെ ഈ ഹൈക്കോർട്ടിൽ ജോലിയുള്ളപ്പോൾ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ വിസിറ്റിലൊന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് ഇവിടെ അഡ്വക്കേറ്റ് തന്നെയായിരുന്നു. പുള്ളിക്ക് അവിടെ ഒരു ഓഫീസിലെ അഡ്വക്കേറ്റ് ആയിട്ട് തന്നെ ജോലി കിട്ടി. അപ്പൊ ഞാൻ പിന്നെ അന്ന് ഞാൻ BEd MEd കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലൊന്ന് ട്രൈ ചെയ്ത് അങ്ങനെ സ്കൂളിൽ കിട്ടിയപ്പോൾ പിന്നെ എന്നാ പിന്നെ ഇവിടെ ലീവ് എടുത്ത PhD അതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിൽ മാതാപിതാക്കൾ നൽകിയൊരു വലിയ സപ്പോർട്ട് നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും വിദ്യാഭ്യാസം കൊടുക്കാൻ ഒരു കുടുംബം തയ്യാറായിക്കൊള്ളണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, അന്നൊന്നും നമ്മുടെ ആ ഒരു ഏജിലുള്ള കുട്ടികളൊന്നും പുറത്തേക്ക് പോലും വിടാറില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സുഹൃതം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാരന്റ്സ് അതിനെ അംഗീകരിച്ചു തന്നു. മാത്രല്ല പിന്നെ ആകെയുള്ളൊരിത് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മാത്സിലായിരുന്നു. മാത്സിൽ 50-50 ഉണ്ടായിരുന്നു. ആ കോളേജ് വീടിന്റെ അടുത്തുള്ള കോളേജിൽ ഏതുണ്ടോ അവിടെ പഠിക്കാനേ പറ്റുള്ളൂ. ആ ഒരു ഓപ്ഷൻ
ഉണ്ടായിരുന്നുള്ളൂ. അതിലുള്ള അപ്പൊ അതുകൊണ്ട് ഏതിലേക്ക് പോയി? അതുകൊണ്ടാണ് സോഷ്യോളജിയിലേക്ക് പോയത്. പക്ഷെ ആ സോഷ്യോളജി പഠിച്ചത് വീണ്ടും നമുക്ക് സമൂഹത്തെ നോക്കിക്കാണാൻ കുറച്ച് തീർച്ചയായിട്ടും ഒരു ഇതായില്ലേ? അപ്പൊ മാത്സ് അധ്യാപിക ആവേണ്ടതായിരുന്നല്ലേ? ഒരു പക്ഷേ എങ്കിലും. അപ്പൊ സോഷ്യോളജി എവിടെയായിരുന്നു പഠിച്ചത്? സോഷ്യോളജി മാള കാർമൽ കോളേജിലായിരുന്നു. മാള കാർമൽ കോളേജിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. അന്നത്തെ അപ്പൊ അന്നോടെ BSc ഫിസിക്സ് ഇല്ല. അതിനുശേഷം പിന്നെ അപ്പൊ അങ്ങനെ ഒരു നമ്മൾ സയൻസിൽ പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന് ഇത്രയും മാർക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ആ നിലയ്ക്ക് നമുക്ക് പിന്നീട് സയൻസ് പഠിക്കാൻ കഴിയാതെ പോയതിൽ മാഡത്തിന് അന്ന് വിഷമം തോന്നിയിരുന്നു? തോന്നിയിരുന്നെങ്കിലും പിന്നീട് എനിക്കത് തോന്നിയിട്ടില്ല. കാരണം പിന്നെ നമുക്ക് എവിടെ എത്തി അതില് നമ്മൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം. പിന്നെ അത് കഴിഞ്ഞ് PGക്ക് പോയിരുന്നോ? അത് കഴിഞ്ഞ് PG MA സോഷ്യോളജി അതും സോഷ്യോളജി തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് PhD ചെയ്തു. PhD എന്തായിരുന്നു സബ്ജക്ട്? സോഷ്യോളജി തന്നെ. ടോപ്പിക് സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം. ന്യൂസ് പേപ്പർ നല്ലൊരു വിഷയമാണ്. അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ അത് ന്യൂസ് പേപ്പറിന്റെ പ്രാധാന്യം എന്ത്, പ്രത്യേകിച്ചും സ്ത്രീകള് എങ്ങനെയാ സാമൂഹിക രംഗങ്ങളില് മാധ്യമ രംഗത്തില് സ്ത്രീകളുടെ പ്രാധാന്യം എല്ലാം ടച്ച് ചെയ്തപ്പോ അതിന്റെ ഒരു വലിയൊരു വളരെ വിശാലമായി തന്നെ പഠിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. നല്ലൊരു സബ്ജക്റ്റുമാണ്. അങ്ങനെയാണ് പിന്നെ PhD വന്നു. അപ്പൊ അങ്ങനെ അബുദാബി പിന്നെ മോഡൽ സ്കൂളിൽ ആദ്യം അധ്യാപികയായിട്ടാണ് ജോലി ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് സബ്ജക്ട് ഹെഡായി. അതിനുശേഷം സൂപ്പർവൈസറായി, ഹെഡ് മിസ്ട്രസ് ആയിട്ട്. ഇപ്പൊ ഹെഡ് മിസ്ട്രസ് ആയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഹെഡ് മിസ്ട്രസ് ആയി 2014. അത് ശരി. അപ്പൊ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 10 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതം? നമ്മുടെ എഴുത്തിന്റെ സർഗാത്മക ജീവിതം, സ്കൂൾ ജീവിതം, ഔദ്യോഗിക ജീവിതം തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ സഹായകമാണോ? സഹായകമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നുന്ന നിമിഷം എന്ന് പറഞ്ഞാല് ഈ കഴിവുള്ള കുട്ടികളെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇപ്പൊ 2-3 കുട്ടികളെ കൊണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്യിക്കാൻ സാധിച്ചു. അപ്പൊ അവരുടെ കഴിവുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് എഴുതാനുള്ള സർഗാത്മകതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സന്തോഷം തന്നെയാണ്. ഇനി നമ്മൾ പുസ്തകങ്ങളിലേക്കൊന്ന് മടങ്ങിയാൽ, ഇപ്പം മുൾവേലിക്കപ്പുറം നമ്മൾ പറഞ്ഞു, പിന്നീട് മാഡം എഴുതി എനിക്കൊന്നൊരു സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു പ്രാധാന്യത്തെ എടുത്ത് കാട്ടാൻ വേണ്ടി ഒരു കവിത എഴുതിയിരുന്നു, പെണ്ണ് എന്ന പേരിൽ. പെണ്ണ് എന്ന പേരിലൊരു കവിത എഴുതിയിരുന്നു. അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പെണ്ണ് എന്ന പേരിൽ തന്നെ കവിത എഴുതാൻ പ്രചോദനമായത് എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ആശയം എങ്ങനെയാണ്? അത് വേണം. ഒരു നമ്മുടെ എന്താ പറയുക, വനിതാ ദിനം ഉണ്ടല്ലോ. വനിതാ ദിനത്തോടനുബന്ധിച്ച് എൻ്റെ അടുത്ത് ഒരു ഇതിൽ ഗസ്റ്റായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പം അതിലിങ്ങനെ കുറേ ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ പലരും പലതും ഇങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, നമ്മളെപ്പോഴും പെൺകുട്ടികളോട് അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് പറയുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ പെൺകുട്ടികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് നമ്മുടെ ആൺകുട്ടികളോട് കാണുന്ന പെൺകുട്ടി നിന്റെ പെങ്ങളാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ സ്ഥാനം കൊടുക്കണം എന്ന് നമ്മൾ എത്ര പേരോട് പറയാറുണ്ട്. അപ്പം അത് ശരിക്കും നമ്മൾ അവർക്കും കൂടി ഒരു പാഠം പഠിപ്പിക്കേണ്ടതല്ലേ. അതല്ലാതെ ഈ പെൺകുട്ടികളെ മാത്രം ഇങ്ങനെ ശാസനകൾ പെൺകുട്ടികൾക്ക് മാത്രമാണോ? അതെ, അങ്ങനെ ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും എൻ്റെ അടുത്ത് അതൊരു വലിയൊരു പോയിന്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കയ്യടിയൊക്കെ തന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് തന്നെ ഒന്ന് എഴുതി ഒന്ന്. അപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ് തന്നെ അതൊരു പാടുകയും ചെയ്ത്. അങ്ങനെ അത് എന്നിട്ട് പിന്നെ അത്യാവശ്യം 2-3 മാധ്യമങ്ങളിലൊക്കെ വന്ന് മീഡിയയില്. അപ്പൊ അതെല്ലാവർക്കും അത് വലിയൊരു ഇഷ്ടമായി. അപ്പൊ കവിതാ രംഗത്ത് നമ്മൾ കൈവച്ചു. പിന്നെ നമ്മൾ ലേഖന പരമ്പരകൾ നമ്മൾ എഴുതി, അത് നമ്മളൊരു പുസ്തകമാക്കി. ഒരു നോവൽ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അതൊരു ചെറിയൊരു സ്വപ്നമായിരുന്നു, അത്രേ ഉള്ളൂ. വലിയൊരു നോവലൊന്നും അല്ല. എന്നാൽ അതിന്റെ ഒരു ഉള്ളടക്കം എന്താണ്? ഉള്ളടക്കം സത്യത്തിൽ ഇവിടെ വളർന്നൊരു കുട്ടി, നമ്മുടെ കേരളത്തില് ഈ പുല്ലും ചെടികളും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് വളർന്നൊരു കുട്ടി പെട്ടെന്ന് അതിന്റെ പേരൻസ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഗൾഫിലേക്ക്. ഫാദർ കൊണ്ടുപോകുന്നു മദറിനെയും കുട്ടീനെയും. അവിടെ ചെന്ന് ഈ 4 മുറികൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയപ്പോൾ നാട്ടിൽ ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒക്കെ കൂടെ നടന്ന് ഓടിച്ചാടി നടന്ന് പൂമ്പാറ്റകളും കുറേ കുട്ടികളും കൂട്ടുകാരും ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ ചെന്ന് ഈ 4 റൂമില് ഗൾഫ് ജീവിതം അറിയാലോ, വേറെ അധികം വലിയ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. ഇതൊക്കെ കുറെ മാളുകളും എല്ലാം വന്നു. അന്നൊന്നും അത്രയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഈ കുട്ടിയുടെ വിഷമങ്ങള്, കുട്ടിക്ക് ഈ നൊസ്റ്റാൾജിയ, ഇവിടുന്ന് പോയതിന്റെ ഗ്രാമീണത
കഷ്ടപ്പെട്ട് നഗരത്തിലേക്ക് മാറിയപ്പോൾ ആ കുട്ടിയിലുണ്ടായ ഇതും, പക്ഷെ അതിനെ മാറ്റിയെടുക്കാനുള്ള പിതാവിന്റെ ആ പരിശ്രമം, പിതാവിന് മോളോടും ഭാര്യയോടൊപ്പം ജീവിക്കണം, അപ്പൊ അതിനു വേണ്ടി മകളെ അതിലേക്ക് ആ പിതാവ് മാറ്റിയെടുക്കുന്നത് അദ്ദേഹത്തിന്റെ അതാണ് അതിലെ ഇതിവൃത്തം ശരിക്കും. അപ്പൊ ആ കുട്ടി അതിലേക്ക് മാറി, പക്ഷെ എന്നാലും എല്ലാം ഈ എഴുതി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും അങ്ങനെ അവളെയും ഈ എഴുത്തിലേക്ക് അത് തന്നെയായിരുന്നു കേട്ടോ അതിന്. അവളെ അങ്ങനെ എഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ കഴിവുകൾ ഫാദർ മനസ്സിലാക്കി ഈ കേരളത്തിൽ നിന്നും അവിടേക്ക് പോയാലും ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കാൻ അവളെ ഫാദർ പ്രാപ്തിയാക്കുന്നു. ഈ ആ ഒരു നോവലില്ലേ ഇപ്പൊ കേട്ടപ്പോ ആത്മകഥാംശം ഉണ്ടോ? കുറച്ച്. അപ്പൊ എന്റെ ചോദ്യം പ്രസക്തമാണ്. ചെറുതായിട്ടുണ്ടല്ലേ. അപ്പൊ ആ നോവലിന്റെ പേരാണ് പിന്നെ എരിഞ്ഞുണങ്ങും പുഷ്പതലങ്ങൾ. പുഷ്പമായിട്ട് ഇങ്ങനെ വരുമായിരുന്നു, ചെറുതായിട്ടൊന്ന്. അത് എത്ര പേജുള്ള നോവലാണോ? അത് 200 പേജോളം വരും. ഓക്കെ. പിന്നീട് നോവലിലേക്ക് കൈവച്ചില്ല? വെച്ചിട്ടില്ല. അപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ 2 കവിതാ സമാരംഭം പിന്നെ വന്നതാണ് വിജയത്തിന്റെ കാൽപ്പാടുകൾ. അത് ജീവിത വിജയം വരിച്ചവരുടെയാണോ ഗൾഫ് രാജ്യത്തുള്ളവരുടെ മാത്രമാണോ? ഗൾഫ് രാജ്യത്തുള്ളവർ മാത്രം. ഗൾഫ് രാജ്യത്ത് 40 വർഷം പൂർത്തിയാക്കിയ ആളുകൾ. അതില് 15 പേരെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനൊന്നും സമയം കിട്ടിയിരുന്നുള്ളൂ ആ ഒരു പുസ്തകത്തില്. എങ്കിലും ആ പുസ്തകം മൊത്തത്തിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടു അല്ലേ? അംഗീകരിക്കപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത്. കാരണം അവർക്ക് വായിക്കണമെങ്കിൽ അവരുടെ കൈകളിലൊക്കെ എത്തിയിട്ടുണ്ടല്ലേ. എന്തായാലും എഴുത്തിന്റെ മേഖലയിൽ സജീവമായ ഒരു കാരണത്താൽ മാഡത്തിന് UAE ഗവൺമെന്റ് ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. കാരണം ഗോൾഡൻ വിസ ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെതായ ചിലവ് വഹിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ വിസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പക്ഷെ അതൊന്നും ഇല്ലാതെ ലിറ്റററി മേഖലയിലൂടെ നമ്മുടെ പ്രാവീണ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ പരിഗണിച്ചുകൊണ്ട് UAE ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു ഗോൾഡൻ വിസ നൽകുന്നത് മാഡത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ? അത് തീർച്ചയായിട്ടും മലയാളികളായ നമുക്ക് ഏവർക്കും അഭിമാനകരമായൊരു കാര്യമാണ്. ഒരു ഗോൾഡൻ വിസ സമ്പാദിക്കുക എന്നുള്ളത് ഇപ്പം അത്ര വലിയൊരു കാര്യമായിട്ട് മാറിയിട്ടില്ലെങ്കിലും ഒരു മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കണക്കിലെടുത്തുകൊണ്ട് ആ രംഗത്ത് നമ്മളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നൊരൊറ്റ കാരണത്താൽ പ്രത്യേകിച്ചും സാഹിത്യ രംഗത്ത് സർഗാത്മക രംഗത്ത് അത്തരത്തിലൊരു അംഗീകാരം കിട്ടുന്ന ആദ്യത്തെ വ്യക്തി എന്ന് ഞാൻ മനസ്സിലാക്കും. അതിന് പ്രവാസി ഭാരതിയുടെ പ്രത്യേക അഭിനന്ദനം കൂടി ഈ അവസരത്തിൽ പറയുന്നു. പ്രവാസി ഭാരതി എൻ്റെ ഒപ്പം ഉണ്ട്. ഗൾഫിലെത്തിയിട്ടുണ്ടോ അന്ന് ഹസ്ബൻഡിന്റെ ഒപ്പം പ്രവാസി ഭാരതിയും ഉണ്ട്. അല്ല, നമ്മൾ ഈ സർഗാത്മക രംഗത്ത് അതുപോലെ സാമൂഹ്യ സേവന രംഗത്ത് ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നവർ ആണ് വാസ്തവത്തിൽ ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഏതൊരു സ്ഥാപനം നമ്മൾ നടത്തുമ്പോഴും പ്രത്യേകിച്ചൊരു മാധ്യമത്തിന് റിസോഴ്സസ് ഉണ്ടാവണമല്ലോ നമുക്ക്. ആ റിസോഴ്സ് പ്രവാസി ഭാരതി എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ വെറും സിനിമാ പാട്ടിൽ നിന്നല്ല. സിനിമാ പാട്ട് മോശമെന്നല്ല ഞാൻ പറഞ്ഞ, സിനിമാ പാട്ടൊരു വലിയ മേഖലയാണ്. പക്ഷെ അതിൽ നിന്ന് മാത്രമല്ല, ഇന്ന് 2016 പിന്നെ ജനുവരി 22 ഉദ്ഘാടന വേദിയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അവിടെയാണ് നമ്മൾ ഇത്തരം റിസോഴ്സ് പേഴ്സൺസിൻ്റെ ഒരു സാന്നിധ്യം റേഡിയോയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. റേഡിയോയ്ക്കൊരു റിസോഴ്സാണ് മാഡം. നമുക്ക് റിസോഴ്സ് കണ്ടെത്തി എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് മാഡം ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ലളിതാംബിക അന്തർജനം അവാർഡ് സ്വീകരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ റേഡിയോയിലേക്ക് വരണം എന്ന് ഞങ്ങൾ ക്ഷണിച്ചത് അതുകൊണ്ടാണ്. ഇനി 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് ചോദിച്ചറിയാനുള്ളത്. മാഡത്തിൻ്റെ കുടുംബം ഇപ്പോൾ എന്തായാലും ഹസ്ബൻഡിനോടൊപ്പം അവിടെ തന്നെയാണല്ലോ, മിസ്റ്റർ റഫീഖിനോടൊപ്പം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായൊരു സഹകരണം ഉണ്ട് എന്ന് മാഡം എനിക്ക് സൂചിപ്പിച്ചു. പിന്നെ മക്കള്? ഒരു മകനാണ്. മകനും അഡ്വക്കേറ്റ് തന്നെയാണ്. ഇപ്പൊ അവിടെ അബുദാബി തന്നെ ഓഫീസൊക്കെ ഇട്ട് പ്രാക്ടീസ് ആരംഭിച്ചു. അബുദാബി തന്നെയാണ് അല്ലേ? മകന്റെ പേര്? മകൻ ഷെഫിൻ ഷറഫീഖ്. മകന്റെ കല്യാണം ഇപ്പൊ റീസെന്റ്ലി കഴിഞ്ഞു. ലിയ എന്നാണ് മകളുടെ പേര്. മകളും അവിടെ തന്നെ ഉണ്ട്. മകള് എയർ അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ശരിക്കും അബുദാബി സെറ്റിൽഡാണ്. അൽഹംദുലില്ലാ. പിന്നെ മാതാപിതാക്കൾ, മാഡത്തിന്റെ മാതാപിതാക്കൾ അവര് അവിടെ തന്നെയായിരുന്നു, അബുദാബിയിൽ ഉണ്ടായിരുന്നു. ഇപ്പം 4-5 വർഷമായിട്ട് അവരിവിടെ നാട്ടില് സെറ്റിൽഡായി. നാട്ടിലുണ്ട് ഇപ്പോൾ അവര്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് എഴുതാനും അല്ല വായിക്കാൻ വേണ്ടുന്ന പുസ്തകങ്ങളെല്ലാം എത്തിച്ചു തരുന്നതിൽ ബാപ്പയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അവിടെ നിന്ന് തന്നെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ അന്ന് അതൊക്കെ നമുക്ക് വലിയൊരു അഭിമാനമാണ്. പോസ്റ്റൽ വഴി ഒരു ബുക്ക് നാട്ടിൽ വരിക, പൈസ അവിടെ നയിക്കും. മനസ്സിലായി.
എനിക്കപ്പോൾ അതൊരു വലിയൊരു അംഗീകാരം. ആ കവറിലൊക്കെ വരുമ്പോൾ നമുക്ക് അത് പൊട്ടിച്ച് നോക്കുക, അത് വായിക്കുക, അത് കിട്ടാനോ കാത്തിരിക്കുക, അതൊക്കെ വലിയൊരു അനുഭവങ്ങളായിരുന്നു. മാഡത്തിന്റെ കൂടെ മറ്റ് സഹോദരി സഹോദരന്മാർ? 2 ബ്രദേഴ്സാണ് എനിക്കുള്ളത്. 2 ബ്രദേഴ്സാണ്. അവർ രണ്ടുപേരും ഗൾഫിലുണ്ട്. ഉണ്ടല്ലേ? വിത്ത് ഫാമിലി. അവിടെ അബുദാബി തന്നെ ഉണ്ട്? അബുദാബിയിലാണ്. അത് ശരി. അപ്പം ഒറ്റ പെൺകുട്ടിയാണ്? ഒരു പെൺകുട്ടി. അത് ശരി. മൂത്ത കുട്ടിയാണ്. തറവാട്ടിലെ മൂത്ത കുട്ടിയാണ്. മറ്റു 2 പിന്നെ യങ്ങർ ബ്രദേഴ്സാണ്. ഓക്കെ. എന്തായാലും എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് കൊച്ചുകാലത്ത് കുട്ടിക്കാലത്ത് നമുക്ക് വായിക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ സമാഹരിച്ച് ഗൾഫിലിരിക്കുന്ന ഒരു ബാപ്പ നാട്ടിലുള്ള മകൾക്ക് നൽകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ബാപ്പ നൽകിയൊരു കോൺട്രിബ്യൂഷൻ നമുക്കത് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നമ്മളത് എടുത്തു പറയുന്നു. എഴുത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ പുതിയ ഏതെങ്കിലും രചനയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? സാധാരണ എഴുത്തുകാരുമായുള്ള അഭിമുഖത്തിലെ ഒരു ക്ലീഷേ ചോദ്യമാണത്. എന്നതിന് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം പുതിയതായി ഏതെങ്കിലും രചന? ഇപ്പം ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് ഒരു പുതിയ പുസ്തകം വരുന്നുണ്ട്. അത് എഴുത്തിലുപരി അതിലൊരു എഡിറ്ററായിട്ടാണ് ഞാൻ വരുന്നത്. അതൊരു വേറൊരു തലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ലിബി പബ്ലിക്കേഷൻസിന്റെ ഒരു പുസ്തകമാണ്. അഷ്റഫ് താമരശ്ശേരി ലോകപ്രസിദ്ധമായി കഴിഞ്ഞു അല്ലേ? ഇന്ത്യ മൊത്തം അറിയാം. പുള്ളിയുടെ ആ സംഭാവനകളൊക്കെ വെച്ചുകൊണ്ട് വലിയ വലിയ വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നു. അപ്പൊ അത് ഞാൻ കളക്ട് ചെയ്തിട്ട് പുസ്തക രൂപത്തിലാക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊരു വ്യത്യസ്തത അറിഞ്ഞിട്ട് ഓരോരുത്തരുടെ അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങളാണല്ലോ പ്രവാസികൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് ഒരു പുസ്തകം അതിന്റെ പണിപ്പുരയിലാണ് അല്ലേ? ഇപ്പോഴും ഈ ദിവസം 10 തൊട്ട് 12 വരെ ഇതിനു വേണ്ടി എഴുത്തിനും വായിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നാട്ടിൽ വരുമ്പോഴാണ് അതിലൊക്കെ ഒരു ബ്രേക്ക് വരുന്നത്. അത് പിന്നെ 2 മാസത്തെ അവധിക്കല്ലേ വരുന്നത്. ഇപ്രാവശ്യം 12 ദിവസമേ ഉള്ളൂ. 12 ദിവസമേ ഉള്ളൂ നാട്ടിലല്ലേ? കുറച്ച് ടൈറ്റാണ്. ഓക്കെ. ബാപ്പയും ഉമ്മയെല്ലാം സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എല്ലാവരും സുഖമായിരിക്കും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഇന്നൊരു മേഖലയിലാണ്, കവിതയിലാണ്, കഥയിലാണ്, നോവലിലാണ് എന്നൊന്നുമില്ല അല്ലേ? എനിക്കിതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് ഇഷ്ടം തോന്നുന്നത്. ഇപ്പം വിജയത്തിൻ്റെ കാൽപ്പാടുകൾ, അതിൽ ഒരുപാട് ഈ വ്യക്തികൾ വളരെ കഷ്ടപ്പെട്ടാണല്ലോ അവർ ഗൾഫിലെത്തിയിട്ടുള്ളത്. ലഞ്ചിലും അതിലൊക്കെ ആയിട്ട് എത്തിയിട്ട്, പക്ഷെ ഇന്നിപ്പോൾ അവർ അവിടുത്തെ അറിയപ്പെടുന്ന വ്യക്തികളാണ്. അപ്പം അതുപോലെയുള്ള അനുഭവങ്ങൾ, ഒരു കഷ്ടപ്പാടുണ്ടെങ്കിലേ വിജയമുള്ളൂ എന്നുള്ളതിന് തെളിവാണ് ഈ വ്യക്തികളൊക്കെ. അപ്പൊ അത് നമ്മുടെ മക്കളും അറിയണം അല്ലെ? അടുത്ത തലമുറ അറിയണം. അവര് എല്ലാം ഈ സ്പൂൺ ഫീഡിങ് പോലെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ ഒരു താൽക്കാലിക വിജയമാണെന്നും കഷ്ടപ്പാടിലൂടെ നേടുന്നത് എന്നേക്കും നിലനിൽക്കുന്നതാണെന്നും കുട്ടികൾ അടുത്ത തലമുറ ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രധാന വ്യക്തികളെയും കൂടി ഞാൻ അവിടെ വിട്ടുപോയിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യാനും. സമയപരിമിതിയും അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും അവരൊന്നും കൂടി അങ്ങനത്തെ വ്യക്തികളെ കുറച്ചും കൂടി തേടിപ്പിടിച്ച് കണ്ടെത്തി. ഇതിന്റെ അടുത്ത എഡിഷൻ കൂടി അല്ലേ? അതെ. അതില് എനിക്ക് 1-2 പേര് സജസ്റ്റ് ചെയ്ത് തന്നിരുന്നു. വലിയ വലിയ വ്യക്തികളിലേക്ക് തന്നെ പോവാതെ ഇപ്പൊ അവിടെ ഒരു തയ്യൽ കട നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ആള് 48 വർഷമായി എന്ന് പറഞ്ഞു, അബുദാബിയിലുണ്ട്. പക്ഷെ ഞാൻ എന്റെ ശ്രദ്ധ അവിടേക്ക് എത്തിയിട്ടുണ്ടായില്ല. പക്ഷെ അങ്ങനത്തെവരും കൂടി കണ്ടെത്തണം. അപ്പൊ അവരും ഇത്രയും നാളെത്തിയിട്ട് ഇത്രയും സന്തോഷത്തോടെ ആ ഒരു തൊഴിലിൽ അവര് ഹാപ്പി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏത് ജോലിയും സന്തോഷത്തോടെ ചെയ്യാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവണം എന്നുള്ളതിന് തെളിവായിരിക്കും വ്യക്തികൾ. അത് അങ്ങനത്തെവരും കൂടി കുറച്ച് തപ്പി പിടിച്ച്. അല്ല, അത് നല്ലതാണ്. കാരണം നമ്മൾ ഈ ഓരോരുത്തരുടെയും ജീവിതം അത് ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോഴും പിന്നീട് വിസ്മരിക്കപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ അതിനൊരു ആർക്കൈവൽ വാല്യൂ ഇല്ലാതെ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഓരോരുത്തരുടെയും ജീവിതം, ആ ജീവചരിത്രം ഒരു മാധ്യമം രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു സംഗതി ചെയ്യുന്ന ഏക മാധ്യമം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോ മാത്രമാണ്. ആകാശവാണിയിൽ ആർക്കൈവൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് റെക്കോർഡിംഗ് ഉണ്ട്. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ഒരു ദിവസമൊന്നുമല്ല, 1-2 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് റെക്കോർഡ് ചെയ്തവിടെ സൂക്ഷിക്കും. അതാണ് വാസ്തവത്തിൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട പ്രചോദനം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പുസ്തകങ്ങളും അത്തരത്തിലുള്ള ചരിത്ര രേഖകളായി മാറുകയാണ്. 48 വർഷക്കാലം ഗൾഫ് രാജ്യത്ത് വന്നൊരു തയ്യൽ ജോലി ചെയ്ത് സംതൃപ്തമായി ജീവിക്കുന്ന അല്ലെങ്കിൽ കുടുംബം പോറ്റുന്ന അദ്ദേഹം കടന്നു വന്ന വഴികൾ വരുന്ന തലമുറ അറിഞ്ഞില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. അതെ, അങ്ങനത്തെ അവർ അറിയണം. അതുകൊണ്ടാണ് ഒരിക്കൽ സാദിഖ് അലി തങ്ങൾ നമ്മുടെ KMCC മുസ്ലിം ലീഗിന്റെ അദ്ദേഹം ഒരു വാക്ക് ഒരിക്കൽ പറയുന്നുണ്ട്. ഞാൻ KMCCയുടെ
UAE ട്രഷറർ. UAE ട്രഷറാണ് അല്ലേ? അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു, ഒരിക്കൽ നിങ്ങൾ പറ്റിയാൽ എഴുതണം, നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ വെച്ചൊരു പുസ്തകമോ എന്തെങ്കിലും നിങ്ങൾ രചിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എഴുതാൻ പാകത്തിന് നിങ്ങൾ ജീവിക്കണം. വലിയൊരു വാക്കാണ്. ഒന്നുകിൽ നമ്മൾ നന്നായിട്ട് കാണിച്ച് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എഴുതട്ടെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കണ്ട് നമ്മൾ എഴുതാൻ പഠിക്കട്ടെ. അടുത്ത തലമുറയ്ക്ക് ഉപകാരമാണ്. അടുത്ത തലമുറയ്ക്ക് ഒരു ഉപകാരമാവണം. അപ്പം അത്തരം ചില പുസ്തകങ്ങളിൽ ഇപ്പോഴും വ്യാപൃതി. ഇനി ഔദ്യോഗിക കാര്യങ്ങളിൽ ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്വം എങ്ങനെയാണ്? വളരെ ടെൻഷനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ടെൻഷൻ ഉണ്ടാവാറില്ല. ഇല്ല അല്ലേ? ഇപ്പം നമുക്ക് എത്ര കുട്ടികളുണ്ട് അവിടെ? അവിടെ ഇപ്പം 5220 കുട്ടികൾ. ഓ ഉണ്ടല്ലേ? അപ്പോൾ എത്രാം സ്റ്റാൻഡേർഡ് വരെയാണ് അവിടെ ഉള്ളത്? KG മുതൽ +2 വരെ. +2 വരെ ഉണ്ട്. ഓക്കെ. കുട്ടികൾ അത്രയൊക്കെ ഉണ്ട്. അത്രയുണ്ട്. നമ്മുടെ സ്കൂൾ ഇത്തിരി കൂടി ഒരു സാധാരണക്കാർക്കും കൂടി പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് 5000-ഓളം കുട്ടികളുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും അബുദാബിയിലെ പ്രിൻസിപ്പൽമാർ ഇവിടെ ഈ പരിപാടിയിൽ നമ്മുടെ വിഷ്വൽ റേഡിയോയിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര്. വന്നിട്ട് രാജേന്ദ്ര സാർ അടുത്ത കാലത്ത് വന്നിട്ട് രാജേന്ദ്ര സാർ ഇടയ്ക്ക് വന്നിരുന്നു, നമ്മുടെ വിഷ്വൽ റേഡിയോയിൽ പങ്കെടുത്തിട്ട് പോയിരുന്നു. അങ്ങനെ അബുദാബിയിൽ നിന്ന് നാട്ടിൽ വരുന്നവർ വിഷ്വൽ റേഡിയോയിൽ വരുന്നുണ്ട്. വിഷ്വൽ റേഡിയോ ആക്ച്വലി പ്രൊഡക്ഷൻ എല്ലാം ട്രിവാൻഡ്രത്താണ്, അബുദാബിയിലല്ല, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ റേഡിയോ ഇറ്റ് ഈസ് അവൈലബിൾ ആണ്. പക്ഷെ ആൾക്കാർ ഓൺലൈൻ വഴി കേൾക്കാൻ എത്ര പേര് സന്നദ്ധരാവുന്നുള്ളതാണ്. എന്തായാലും മാഡത്തിന് വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം പ്രവാസി ഭാരതിക്ക് അതിഥിയായി കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക്, ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്നുള്ള നിലയ്ക്ക്, എഴുത്തുകാരി എന്നുള്ള നിലയ്ക്കൊക്കെ തന്നെ പ്രവാസി ഭാരതിയുടെ അടുത്ത ബന്ധുവാണ്. അതിൽ ഞങ്ങൾക്കാണ് അഭിമാനമുള്ള. എഴുത്തിൻ്റെ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ മാഡത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് അതിനേക്കാൾ സന്തോഷമാണ്. കാരണം പ്രവാസി ഭാരതി എനിക്ക് ആദ്യത്തെ പുസ്തകം പുസ്തകം എഴുതി ആ സമയത്ത് ആദ്യം എനിക്ക് ഇന്റർവ്യൂ തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പ്രവാസി ഭാരതിയിലൊന്നും എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാർക്ക് അഭിമുഖം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ അതൊക്കെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളും. അല്ല, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മാഡത്തിന് ഭയങ്കരമായ ഒരു ഉയർച്ചയിലേക്ക് വന്നില്ല. എത്ര പുസ്തകങ്ങൾ നമ്മൾ എഴുതി. പിന്നെ അത് മാത്രമല്ല, എടുത്തു പറയാൻ ഇപ്പം ഈ ഒരു അഭിമുഖം നമ്മൾ സംസാരിച്ചാൽ ഒത്തിരി മണിക്കൂറുകൾ സംസാരിക്കാൻ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എഴുത്തിൻ്റെ മേഖല, സർഗാത്മകമായ കാര്യങ്ങൾ, അധ്യാപനം, ഇതൊക്കെ എനിക്കും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട മേഖലകളാണ്. എടുത്തു പറയാൻ ഒന്നുകൂടി പറയുന്നു, ഈ സർഗസൃഷ്ടിക്ക് വേണ്ടുന്ന ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് നൽകിയ ഗോൾഡൻ വിസ, അത് അഭിമാനം, നമുക്ക് ഒരുപാട് അഭിമാനം. അതെ, തീർച്ചയായിട്ടും. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമ്മളെ പോലെയുള്ളവരെ അവർ അംഗീകരിച്ചല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ് മലയാളിനെ. അതെ. പിന്നെ ഞാൻ ഇതുമാതിരി തന്നെ ഒരു ആളുടെ പേര് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആൽബം സോങ്ങുകൾ ഇപ്പം ഇടയ്ക്ക് എഴുതാറുണ്ട്. അതിൽ ദേവാനന്ദ് സാർ, നമ്മുടെ പ്ലേബാക്ക് സിംഗർ ദേവാനന്ദ്, പുള്ളി എൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയെങ്കിലും ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പുറത്തിറക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. റെക്കോർഡൊക്കെ കഴിഞ്ഞു. അവിടെ തന്നെ റെക്കോർഡ് ചെയ്തു. ഇവിടെ പുള്ളി ഇവിടെ കേരളത്തിൽ ചെയ്തു. അപ്പോൾ അങ്ങനത്തെവരൊക്കെ നമ്മുടെ ചെറിയ വരികളൊക്കെ പാടുമ്പോ നമുക്കതിൽ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ ജനപ്രിയ ഗാനശാഖയിലേക്കും കൈവച്ചു. അത് വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. അവരുടെയൊക്കെ ശബ്ദത്തിൽ നമ്മുടെ വരികൾ പുറത്തു വരിക. അപ്പൊ അത് പബ്ലിഷ് ചെയ്തോ? ഇല്ല, അതാവണുള്ളൂ. ആവുന്നേ ഉള്ളൂ അല്ലേ? വിഷ്വലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഓണത്തോടുകൂടി അതൊരു വലിയൊരു സന്തോഷം. തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചും അദ്ദേഹം ഇതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പാടിയൊരു പാട്ട് എന്ന് പറയുമ്പോ. അപ്പൊ സംഗീതമാരായിരുന്നു? പുള്ളി തന്നെ അറേഞ്ച് ചെയ്തതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ സാധാരണ എഴുത്തുകാർക്ക് അത് വലിയ ഞാനൊന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ജനപ്രിയ ഗാനശാഖയിലും കൂടുതൽ സംഭാവനകൾ ഉണ്ടാവട്ടെ. അപ്പോൾ പിന്നെ കവിതാരംഗത്ത്, കഥാരംഗത്ത്, നോവൽ രംഗത്ത്, ലേഖനം, അതോടൊപ്പം തന്നെ പലരുടെയും ജീവചരിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞ് കൂടുതൽ വിവരങ്ങളിലേക്ക് മാഡത്തിന് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. സന്തോഷം, ഒരുപാട് സന്തോഷം ഇവിടെ നിങ്ങളുടെ കൂടെ ഈ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയതിലും. താങ്ക് യു സർ. താങ്ക് യു.